മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും ഡിഎയുമായി ബന്ധപ്പെട്ട സന്ദേശം ലഭിച്ചുവെന്ന ആരോപണത്തിൽ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. സർക്കാർ ശമ്പളം പറ്റുന്ന ഉദ്യോഗസ്ഥരുടെ വാട്സപ്പിൽ മുഖ്യമന്ത്രിയുടെ മെസ്സേജ് വരികയാണെന്നും ഇത് ഡാറ്റ പ്രൈവസി ലംഘനമാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇങ്ങനെ ജീവനക്കാർക്ക് മെസ്സേജ് അയക്കുന്നത് പാപ്പരത്തരമാണ്. ചീഫ് സെക്രട്ടറി ഇത്രയും തരം താഴരുത്. ജീവനക്കാരുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണിത്. മുഖ്യമന്ത്രിക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തണം. കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല. കേരള സ്റ്റോറി 2-ന് എതിരായ SFIയുടെ ബീഫ് ഫെസ്റ്റിനെതിരെയും രമേശ് ചെന്നിത്തല രംഗത്തെത്തി. ഇത്തരം പ്രചാരണ വേലകൾ രാഷ്ട്രീയ താൽപര്യത്തിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്നതാണെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. കേരള സ്റ്റോറിയെ എല്ലാവരും എതിർത്തതാണ്. കേരളത്തിൽ അങ്ങനെയൊരു പ്രശ്നമില്ലല്ലോ. സ്വാതന്ത്ര്യത്തോടെ ഭക്ഷണം കഴിക്കാനും വസ്ത്രം ധരിക്കാനും കേരളത്തിൽ തടസ്സമില്ല. കേരളത്തിൽ ഏത് ഭക്ഷണം കഴിക്കുന്നതിനാണ് പ്രശ്നമുള്ളതെന്നും രമേശ് ചെന്നിത്തല ചോദിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠരര് രാജീവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത് സംശയാസ്പദമാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. തന്ത്രിയെ അറസ്റ്റ് ചെയ്യാനുള്ള നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണെന്നും ചെന്നിത്തല ആരോപിച്ചു. മറ്റു പലരെയും രക്ഷിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണിത്. തന്ത്രി അയ്യപ്പന്റെ പിതാവിന്റെ സ്ഥാനമുള്ളയാളാണെന്നും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിയെ മനഃപൂർവ്വം കുടുക്കിയതാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ശബരിമല തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് ഒരു തെളിവില്ലാതെയാണ്. നടപടിക്രമങ്ങൾ പാലിച്ചായിരുന്നില്ല അറസ്റ്റ്. 41 ദിവസം തന്ത്രിയെ ജയിലിൽ കിടത്തിയത് സംശയാസ്പദമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ നിർദ്ദേശപ്രകാരമാണ് SIT പ്രവർത്തിച്ചത്. ജാമ്യം ലഭിക്കുന്നതിനെ SIT എതിർത്തു. എന്നാൽ അതിന് വിരുദ്ധമാണ് കൊല്ലം വിജിലൻസ് കോടതിയിലെ വിധിന്യായം. കൊള്ളയിൽ തന്ത്രിയെ ബന്ധപ്പെടുത്തുന്നതിന് ഒരു തെളിവുമില്ല എന്ന് കൊല്ലം വിജിലൻസ് കോടതി പറഞ്ഞു. ശബരിമല തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായി. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ SITയെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിയന്ത്രിക്കുന്ന നിലയുണ്ടായെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ തകർച്ച ബോധ്യപ്പെട്ടതോടെയാണ് SIT അന്വേഷണം വഴി തിരിച്ചുവിടാൻ ഇടപെട്ടത്. മന്ത്രിയെ രക്ഷിക്കാൻ തന്ത്രിയെ കുടുക്കുകയായിരുന്നു. കടകംപള്ളിയിലേക്കും VN വാസവനിലേക്കും അന്വേഷണം എത്താതിരിക്കാനുള്ള നീക്കമാണ് നടന്നത്. ശബരിമല ഉപയോഗിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ കളിക്ക് കേരളം മറുപടി നൽകുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. റീത്ത് വെച്ചുള്ള പ്രതിഷേധം CPIന്റെ രീതി. അത്തരം പ്രതിഷേധം വേണ്ടെന്നാണ് തന്റെ അഭിപ്രായമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. മിനർവ അക്കാദമിയിൽ 3-ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു. മെഡിക്കൽ ലാബ് ടെക്നോളജി, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, കാർഡിയാക് കെയർ ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി, ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ CSSD, റേഡിയോളജി ടെക്നോളജി, ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് MBA കോഴ്സുകളും ആരംഭിക്കുന്നു. മിനർവ അക്കാദമി. കോൺടാക്ട് നമ്പർ 9995373833 അല്ലെങ്കിൽ 9895841933. മിനർവ അക്കാദമി. സ്കിൽ ആൻഡ് പ്രൊഫഷണൽ